ഇന്ത്യയിലെ കോവിഡ് കേസുകളിൽ വർധന. നിലവിൽ സജീവ കേസുകളുടെ എണ്ണം 2710 കടന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ അണുബാധകൾ കേരളത്തിലാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിലവിൽ കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. മെയ് 25 വരെയുള്ള കണക്കുകൾ നോക്കിയാൽ രാജ്യത്തെ അണുബാധകൾ 5 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. 1000 കടന്നിരിക്കുകയാണ് കേസുകൾ. ഇപ്പോൾ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 1147 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 424, ഡൽഹിയിൽ 294, ഗുജറാത്ത് 223 എന്നിവയും കേരളത്തിന് തൊട്ടു പിന്നാലെയുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും 148 കേസുകൾ വീതവും പശ്ചിമ ബംഗാളിൽ 116 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 7 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഈ വർഷത്തിലെ ആദ്യ 5 മാസങ്ങളിൽ മരണസംഖ്യ 22 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡൽഹി, ഗുജറാത്ത്, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളുമാണ് ഇതുവരെ കോവിഡ് ബാധ മൂലം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിക്ക കോവിഡ് കേസുകളും നേരിയ തോതിൽ മാത്രമേ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംസ്ഥാനത്ത് കാര്യക്ഷമമായി കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. കൂടാതെ അവസാനമായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസിന് 7 മാസത്തിന് ശേഷമാണ് മിസോറയിൽ 2 കോവിഡ് കേസുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനിടെ 2 പുതിയ ഒമിക്രോൺ വകഭേദങ്ങൾ LF7-ഉം NB181-ഉം രാജ്യത്തെ കോവിഡ് കേസുകളിലെ ഈ പെട്ടെന്നുള്ള വർധനവിന് കാരണമായതെന്ന് കരുതപ്പെടുന്നത്. കോവിഡ് കേസുകളിലെ വർധനവ് കണക്കിലെടുത്ത് നിരവധി സംസ്ഥാനങ്ങൾ ആശുപത്രികൾക്ക് കിടക്കകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ടെസ്റ്റിംഗ് കിറ്റുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത നിലനിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രായമായവരും മറ്റു രോഗമുള്ളവരും തിരക്കേറിയ പ്രദേശങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ റിപ്പോർട്ട് തേടി കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനത്തിന് കത്തയച്ചിരുന്നു. ജൂൺ 2-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞത്. സംസ്ഥാനങ്ങളിൽ നിലവിലെ സാഹചര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കൂടാതെ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് നിർദ്ദേശങ്ങളുമായി കർണാടക സർക്കാരും രംഗത്ത് വന്നിട്ടുണ്ട്. പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മെയ് 26-ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ നടന്ന COVID-19 സാഹചര്യ അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചതുപോലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ കമ്മീഷൻ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളിൽ പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുത്. ഡോക്ടറുടെ ഉപദേശപ്രകാരം ഉചിതമായ ചികിത്സയും പരിചരണ നടപടികളും സ്വീകരിക്കണമെന്നാണ് പുറത്തിറക്കിയ സർക്കുലർ പറയുന്നത്. പൂർണ്ണമായി സുഖം പ്രാപിച്ചതിന് ശേഷം മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാവൂ എന്നാണ് നിർദ്ദേശം. പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുമായി കുട്ടികൾ സ്കൂളിൽ വന്നാൽ മാതാപിതാക്കളെ അറിയിച്ച് വീട്ടിലേക്ക് തിരിച്ചയക്കുക. സ്കൂൾ അധ്യാപകരിലും അധ്യാപക ജീവനക്കാരിലും ഈ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉചിതമായ മുൻകരുതലുകൾ നടപടികളും സ്വീകരിക്കണമെന്നാണ് സ്കൂൾ അധികൃതർക്ക് ആരോഗ്യ വകുപ്പ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. കൈ കഴുകുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും സർക്കുലറിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 234 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡ് ബാധിച്ച് ഇതുവരെ 3 രോഗികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2000-ലധികമായി ഉയർന്നിട്ടുണ്ട്. 2710 കേസുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളം, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലും ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. അതേസമയം മെയ് 26-ന് രാജ്യത്താകെ 1009 സജീവ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിന്റെ ഉപവകഭേദമായ NB181-ന്റെ സാന്നിധ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് മാസത്തിന്റെ തുടക്കം മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ കോവിഡ് വ്യാപകമാകുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ തെളിയിക്കുന്നു. സിംഗപ്പൂരിൽ 14,000-ഓളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കോവിഡിന്റെ നിരീക്ഷണത്തിനായി ശക്തമായ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധനവോ കോവിഡ് ലക്ഷണങ്ങൾക്ക് സമാനമായ കേസുകളോ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സംസ്ഥാനത്തിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. കിടക്കകൾ, മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 34ഉം മഹാരാഷ്ട്രയിൽ 44 എന്നിങ്ങനെയാണ് കണക്കുകൾ. സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കണം. കേരളത്തിൽ 273 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഒമിക്രോണിന്റെ ഉപഭേദകമായ JN.1 വേരിയന്റാണ് ഇപ്പോൾ കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് കാരണമാവുന്നത്. JN.1 വേരിയന്റിനെ ആരോഗ്യ സംഘടന ഇതുവരെ ആശങ്കാജനകമായി കണക്കാക്കിയിട്ടില്ല. രോഗലക്ഷണങ്ങൾ നേരിയതും വേഗം സുഖം പ്രാപിക്കുന്നതുമാണ്. ശരീര താപനിലയിൽ നേരിയ വർധന, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് ലക്ഷണങ്ങൾ. അതേസമയം പ്രായമായവരും കുഞ്ഞുങ്ങളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലെങ്കിൽ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുകയും ചെയ്യണം. പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ N95 മാസ്കുകൾ ധരിക്കുകയും വേണം. കോവിഡ് മഹാമാരിക്കിടെ രോഗം ബാധിച്ച് മഹാരാഷ്ട്രയിലെ ലാത്തൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീയെ വധിക്കാൻ സഹ ഡോക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന ആരോപണത്തിൽ ഡോക്ടർക്ക് എതിരെ കേസും എടുത്തിട്ടുണ്ട്.